5ാം ക്ലാസ്സുകാരൻ LPയിലാണോ UPയിലാണോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ മറുപടി പറയാൻ പ്രയാസം. 8ാം ക്ലാസിന്റെ അവസ്ഥയും അങ്ങനെ തന്നെ. 2010 ഏപ്രിലിൽ ദേശീയ തലത്തിൽ നടപ്പാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കാൻ കേരളത്തിന് കഴിയാത്തതാണ് പ്രശ്നം. ഭരണഘടനാ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വിദ്യാഭ്യാസം മൌലികാവകാശമാക്കി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വിപ്ലവകരമായ നിയമം 4 കമ്മീഷനുകളെ വെച്ചിട്ടും കേരളത്തിൽ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആശങ്കകളുമായി അധ്യാപകനായ ജോഷി വടക്കൻ ന്യൂസ് വാച്ചിന് മുന്നിൽ എത്തുന്നു. വിദ്യാഭ്യാസം അത് മൗലിക അവകാശമായി പ്രഖ്യാപിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം ഇനിയും നടപ്പിലാക്കാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം എപ്രകാരമാണ് നടപ്പിലാക്കേണ്ടത് എന്ന് നിർദ്ദേശിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 1.5 വർഷത്തിന്റെ ഉള്ളിൽ 4 സമിതികളെയാണ് ഈ സർക്കാർ നിയോഗിച്ചത്. ഈ 4 സമിതികളുടെ റിപ്പോർട്ടുകൾ സർക്കാരിന് ലഭ്യമായിട്ടും ഈ റിപ്പോർട്ടുകളെല്ലാം അലമാരിയിൽ ഇരിക്കുന്നതല്ലാതെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് എപ്രകാരം നടപ്പിലാക്കണമെന്ന് സംബന്ധിച്ച ഒരു വ്യക്തമായ തീരുമാനവും ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. കുട്ടികൾ സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് വഴിമാറിയപ്പോൾ പണിപോയ അധ്യാപകർക്കും പുതിയ നിയമം പ്രതീക്ഷ നൽകുന്നതാണ്. അക്കാര്യത്തിലും സർക്കാർ നിസ്സംഗത കാട്ടുകയാണെന്ന് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ നേതാവ് കൂടിയായ ജോഷി വടക്കൻ ആരോപിക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ മൂലം ലക്ഷക്കണക്കിന് കുട്ടികളാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിന്നും കൊഴിഞ്ഞുപോയത്. തങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ മൂലം 100 കണക്കിന് അധ്യാപകർ ഈ കാരണങ്ങളെ കൊണ്ട് അവരുടെ തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കുന്നതിലൂടെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം പുനഃക്രമീകരിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള അധ്യാപകരെ പുനരധിവസിപ്പിക്കാൻ കേന്ദ്ര സഹായത്തോടെ തന്നെ നമുക്കിത് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയും. മറ്റൊരു കാര്യമുള്ളത് LP ക്ലാസ്സുകളിൽ 5ാം ക്ലാസ് കൂടി ഉൾപ്പെടുത്തുന്ന കേന്ദ്ര നിയമം, UP വിഭാഗത്തിൽ 8ാം ക്ലാസ് കൂടി ഉൾപ്പെടുത്തുന്ന കേന്ദ്ര നിർദ്ദേശങ്ങൾ അത് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നുണ്ടോ? ഇല്ലേ. ഒരു വ്യക്തതയുമില്ലാതെ പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തികച്ചും അനിശ്ചിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ ഗവൺമെന്റിനുണ്ട്. അതെ, മറ്റു സംസ്ഥാനങ്ങൾ നിയമം നടപ്പാക്കി കേന്ദ്ര ഫണ്ട് വിനിയോഗിച്ചപ്പോൾ കേരളത്തിൽ ഈ അധ്യയന വർഷവും അനിശ്ചിതത്വം. പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റികളുടെ ശുപാർശകളിൽ ചിലത് അംഗീകരിച്ചുവെന്നാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ വിശദീകരിച്ചത്. ഫലത്തിൽ 4ാം ക്ലാസും 8ാം ക്ലാസും കഴിഞ്ഞ കുട്ടികൾക്ക് TC നൽകാൻ പോലും സ്കൂൾ അധികൃതർക്ക് സംശയം. തീരുമാനം എന്തായി എന്ന ന്യൂസ് വാച്ചിന്റെ ചോദ്യത്തിന് വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി ഇങ്ങനെ: പ്രധാനമന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ഒപ്പം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇത് നടപ്പാക്കാൻ വേണ്ടി 1 വർഷത്തെ സമയം നൽകണം, സാവകാശം നൽകണമെന്നുള്ളത്. ഇവിടെ മുൻ DPIയും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുമായ ശ്രീമതി ലിഡ ജേക്കബിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ഇത് നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ അവരെല്ലാം ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് ഗവൺമെന്റ് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സംസ്ഥാനങ്ങൾക്കും അനുയോജ്യമായ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. 4 കമ്മിറ്റികളെ പഠിക്കാൻ നിയോഗിച്ചിട്ടും നാടാകെ തെളിവെടുപ്പ് നടത്തിയിട്ടും അതിനുപോലും സംസ്ഥാനത്തിന് കഴിഞ്ഞില്ല. കേന്ദ്രം എന്തു പറഞ്ഞാലും കേരളത്തിന് മറ്റു പലതുമാണ് താൽപര്യം. വിദ്യാഭ്യാസ തകർച്ചയിൽ 1ാം പ്രതി സർക്കാരാവുന്നത് അങ്ങനെയാണ്.